അപ്രതീക്ഷിത നീക്കം കോൺഗ്രസിൽ നിന്നുണ്ടായിരിക്കുന്നു എന്ന് തന്നെയല്ലേ അല്ലമീൻ മനസ്സിലാക്കേണ്ടത്? കാരണം CPM ആ സമയത്ത് തന്നെ സന്ദീപ് വാര്യർ BJP-യോട് ഇടഞ്ഞ് പുറത്തു നിൽക്കുമ്പോൾ താൻ അപമാനിതനായി എന്ന് പറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ പരസ്യ പ്രതികരണങ്ങളുമായി വന്ന് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് AK ബാലൻ നടത്തിയ പ്രതികരണം, എനിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ കോംറേഡ് ആകും എന്നൊരു പ്രതികരണം, എന്നൊരു പ്രയോഗം നടത്തിയത്. അത് പിന്നീട് CPM നേതാക്കൾ തന്നെ തള്ളുന്നതും നമ്മൾ കണ്ടു. ജില്ലാ സെക്രട്ടറി അത് പൂർണ്ണമായും തള്ളി. സന്ദീപ് വാര്യർ ഇതുവരെ നടത്തിയ വർഗീയ പ്രതികരണങ്ങൾ അത് നിഷേധിച്ചുകൊണ്ട് തനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടിയിലേക്ക് വരാം എന്ന പ്രതികരണമാണ് പിന്നീട് CPM നടത്തിയത്. സന്ദീപ് വാര്യർ CPM-ലേക്ക് വന്നാൽ അപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തേക്കുമെന്ന വിലയിരുത്തലേക്ക് CPM എത്തുകയായിരുന്നു. പക്ഷേ കോൺഗ്രസ് ആ സമയത്ത് നിശബ്ദമായിരിക്കുകയും എനിക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് സന്ദീപ് വാര്യർ നല്ല ചെറുപ്പക്കാരനാണ്, നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ചെറുപ്പക്കാരനാണ് എന്ന്. പക്ഷേ അവിടെ നിൽക്കുകയായിരുന്നു ആ പ്രതികരണം. അതിലപ്പുറം മറ്റു നേതാക്കളിൽ നിന്നും അത്തരം പ്രതികരണങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ സന്ദീപ് വളരെ നിശബ്ദമായി തന്നെ കരുക്കൾ നീക്കുകയായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സന്ദീപ് വന്നാൽ ഇപ്പോൾ കോൺഗ്രസിന് ഗുണമാണ് എന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന നാടകീയമായ സംഭവവികാസങ്ങൾ, ഒരു 1000 വോട്ട് 500 വോട്ട് ഒക്കെ തന്നെ വളരെ പ്രധാനമായി തെരഞ്ഞെടുപ്പ്. സന്ദീപ് വന്നാൽ കൂടുതൽ വോട്ട് പിടിക്കാനാകും, അതും BJP-യിൽ നിന്ന് വോട്ട് പിടിക്കാനാകും എന്ന വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തുകയാണോ? അത്തരമൊരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ചടുലമായ രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസ് ക്യാമ്പ് ഇന്ന് നടത്തിയതെന്ന് നമുക്ക് പറയാനാവില്ല. ഏതായാലും ആ നീക്കങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രഹസ്യമായി നടക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഈ നേതൃത്വത്തിനെതിരെ സന്ദീപ് വാര്യർ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നെങ്കിലും BJP-കാരനായി തുടരുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. പാർട്ടി വിടുമെന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞിരുന്നുമില്ല. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു മനസ്സ് തുറന്നാൽ മാത്രമേ സ്വാഭാവികമായും അത്തരം ചർച്ചകളിലേക്കും അത്തരം നീക്കങ്ങളിലേക്കും ഏതൊരു മുന്നണിക്കും കടക്കാനാവുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏതോ ഘട്ടത്തിൽ കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു നിലപാട്, ഒരു മനസ്സമ്മതം അത് സന്ദീപ് വാര്യർ മൂളിയിട്ടുണ്ടാകണം. അതിനുശേഷമായിരിക്കണം കോൺഗ്രസ് നേതൃത്വം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ടാവുക. കോൺഗ്രസിനും അങ്ങനെ സന്ദീപിനെ പോലൊരാളെ സ്വാഗതം ചെയ്ത് കൊണ്ടുവരുന്നത് തെറ്റില്ല എന്ന് നേതാക്കൾ ചർച്ച ചെയ്ത് പല സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തി അത്തരമൊരു നിലപാടിലേക്ക് എത്തിയതിനു ശേഷമാണ് ആ തീരുമാനത്തിന് പാർട്ടി ഇപ്പോൾ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ മാത്രം തീരുമാനമല്ല. കേരളത്തിൻ്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കഴിഞ്ഞ കുറേ ദിവസമായി പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പാലക്കാടും ചേലക്കരയിലുമൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും വരവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലും ഉണ്ടായിരുന്നു. അങ്ങനെ ACC നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തിയതിനു ശേഷം തന്നെയാണ് ഇപ്പോൾ സന്ദീപിനെ സ്വാഗതം ചെയ്യാനുള്ള ഒരു തീരുമാനം അത് ആ രീതിയിൽ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. അത് ദേശീയ തലത്തിൽ തന്നെ നടന്നിരിക്കുന്ന ആലോചനയുടെ ഭാഗമായിട്ട് വേണം മനസ്സിലാക്കാൻ. കാരണം ഇവിടുത്തെ ചുമതലയുള്ള ACC നേതാക്കൾ ദീപാദാസ് മുൻഷി, PV മോഹൻ എന്നിവരുമായി ഇന്നലെ രാത്രി സന്ദീപ് വാര്യർ ചർച്ച നടത്തി എന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഉറപ്പിക്കുകയാണ് സന്ദീപ് വാര്യർ കൈ പിടിക്കുന്നു എന്നുള്ളത്. ആ കൈ പിടിക്കൽ അല്പസമയത്തിനകം പ്രഖ്യാപിക്കാനിരിക്കുന്നു.